അല്ലേ? 2 മണിക്കൂർ 3 ടീച്ചർമാരെ തിരക്കിനനുസരിച്ച് മനുഷ്യന്മാരുടെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും. ഓക്കെ, കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും. ഇങ്ങനെയാണ്. ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. ചില 41 എന്നുള്ളതൊന്നും എൻ്റെ ഒരു പേഴ്സണൽ ടേക്കിൽ കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചില ടീച്ചർമാരുടെ ക്ലാസ് ആലോചിച്ച് നോക്കി. നിങ്ങൾ 1 മണിക്കൂർ കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുണ്ടാവും. ചില ടീച്ചർമാരുടെ ക്ലാസ് അപൂർവം ചിലപ്പോൾ 2 മണിക്കൂർ കിട്ടിയിട്ടുണ്ടാവും. ചില ടീച്ചർമാരുടെ ക്ലാസ്സിൽ 30 മിനിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ചില ടീച്ചർമാരുടെ ക്ലാസ്സിൽ 10 മിനിറ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ചില ജീവിതത്തിലെ ചില ടീച്ചർമാരുടെ ക്ലാസ് ഉണ്ടാവും ഇതുവരെ കോൺസെൻട്രേഷൻ കിട്ടാത്ത. 40 മിനിറ്റ് പോട്ടെ, കോൺസെൻട്രേഷൻ 1 മിനിറ്റ് പോലും കോൺസെൻട്രേഷൻ കിട്ടാത്ത ടീച്ചർമാരുണ്ടാവും. ഇല്ലേ? ഉണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി. എന്താണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് വി ആർ അതിൽ ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ, ഓക്കെ, ഇമ്മേഴ്സ്ഡ് ആണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ടൈം ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ എയ്ഫറിൽ നമ്മൾ ഒരു ദിവസം ക്ലാസ് എടുത്തു. എല്ലാവരും ക്ലാസ്സിന് നല്ല മൂഡ്. വൈകുന്നേരം 6 മണിക്ക് ഞാൻ ക്ലാസ് അങ്ങ് തുടങ്ങി. വൈകുന്നേരം 6 മണിക്ക്. ആ ക്ലാസ് എപ്പോഴാണ് തീരുന്ന അറിയോ? പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ്. 12 മണിക്ക് തുടർച്ചയായിട്ട് ക്ലാസ്. 500-ലധികം കുട്ടികൾ സൂമിലുണ്ടായിരുന്നു. 12 മണിക്ക് തുടർച്ചയായിട്ട്. നമ്മളങ്ങനെ അധികം എടുക്കാറില്ല. തുടർച്ചയായിട്ട് രാത്രി 12 മണിക്കൂർ ക്ലാസ് എടുക്കുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ് എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഓക്കെ, ഒരിക്കലും അത് വൺസിനെ വൈൽ എപ്പോഴെങ്കിലും എടുത്തേ ഉള്ളൂ. അത് എയ്ഫറിൻ്റെ ഒരു ഫ്യൂച്ചറും അല്ല കേട്ടോ. 12 മണിക്കൂർ ക്ലാസ് കിട്ടും വരട്ടെ സാറെന്ന് ചോദിക്കേണ്ട, കൊടുക്കൂല, അത് ഹെൽത്തി അല്ല. പക്ഷെ ഞാനത് പറഞ്ഞത്, അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൻ്റെ ഒറ്റൊരു എക്സാമ്പിൾ, നമ്മൾ ആ ഒരു മൂഡിലാണെങ്കിൽ ടൈം ഡസൻറ്റ് മാറ്റർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമ്മൾ പഠിക്കാനുള്ളൊരു മൂഡിലാണെങ്കിൽ, പഠിക്കാനുള്ളൊരു ഇതിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് എത്ര സമയം നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഏത് സമയം എപ്പോഴും പഠിക്കും എന്നുള്ള ഒരു മൂഡിലേക്ക് നമ്മൾ മാറണം. അത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മൂഡിലേക്ക് മാറണം, അടുത്ത പോയിന്റിലേക്ക് മാറണം. അതെന്താണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ എപ്പോഴും എന്തുപയോഗിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് എന്ന് ചോദിച്ചാൽ ഫിസിക്കൽ പുസ്തകങ്ങളാണോ ഡിജിറ്റൽ പുസ്തകങ്ങളാണോ വാട്ടെവർ, ഏതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഫിസിക്കൽ പുസ്തകങ്ങളാണോ ഡിജിറ്റലാണോ? ഫിസിക്കൽ പുസ്തകങ്ങൾ, മൊബൈൽ ഫോൺ, ടാബ്, ലാപ്പ്, ഏതാണ് ഏറ്റവും നല്ലത് പഠിക്കാനുള്ള മാർഗം? ഏതാണ്? ഫിസിക്കൽ പുസ്തകങ്ങൾ. പിന്നെ സെക്കൻഡ് റാങ്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലാപ്പ്, ടാബ്, മൊബൈൽ. ഞാൻ പറയും, ഇന്നത്തെ കാലത്ത് മത്സരങ്ങൾ ഒരുപാട് കൂടുന്ന മത്സര പരീക്ഷയുടെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ പഠിക്കുക എന്നുള്ളതായതുകൊണ്ട് ദ ബെസ്റ്റ് വേ ടു ലേൺ ഈസ് ബൈ യൂസിങ് മൊബൈൽ ഫോൺ. ഒരു അപ്പീലുമില്ല, മൊബൈൽ ഫോൺ തന്നെയാണ്. എയ്ഫറിൽ ഏറ്റവും കൂടുതൽ JRF ഏറ്റവും ഉണ്ടാക്കിയിട്ടുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പഠിച്ചവരാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോളിസി ഇല്ലേ, സ്ഥലകാല സമയ ബോധമില്ലാതെ പഠിക്കുക, അതിന് ഏറ്റവും നല്ല മൊബൈൽ ഫോണാണ്. കാരണം ബോധമില്ലപ്പോഴൊക്കെ നമ്മളടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടാവും. നെറ്റിൻ്റെ നോട്ട് ബുക്ക് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ എപ്പോഴാണ് അങ്ങനത്തെ നോട്ട് ബുക്ക് ഉണ്ടാവുക? എവിടെയാണ് നോട്ട് ബുക്ക് ഉള്ളത്? ഓക്കെ, എവിടെയാണ് നോട്ട് ബുക്ക് ഉള്ളത്? നമുക്ക് ഒരു പ്രത്യേക പഠിക്കുന്ന സമയത്ത് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, പഠനത്തെ ചില പ്രത്യേക സമയമോ സ്ഥലങ്ങളോ ആയിട്ട് ലോക്ക് ചെയ്യരുത്. സ്വന്തമായിട്ട് സ്റ്റഡി റൂം ഉണ്ടാവരുത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇത്ര കാലം ഇത്ര പഠിച്ചതിൻ്റെ അടിസ്ഥാനത്ത് വരെ സ്വന്തമായിട്ട് സ്റ്റഡി ടേബിൾ ഉണ്ടാവരുത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉമ്മയൊക്കെ പറയായിരുന്നു, നീ ഒരു ടേബിൾമേൽ ഇരുന്ന് നട്ടെല്ല് നിവർത്തിയിരുന്ന് പഠിച്ചിട്ട് പഠിക്കണം, എന്നാലേ തലേ കയറുള്ളൂ എന്ന്. നട്ടെല്ലിന് വല്ല ഉപകാരമൊക്കെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട്. പക്ഷേ ഞാൻ ഇത്ര കാലം ജയിച്ചൊന്നും നട്ടെല്ല് നിവർത്തിയിരുന്നിട്ടല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ 100% കടന്നിട്ടാണ് പഠിച്ചത്. 100 വല്ലാതെ മൂട് വരുമ്പോൾ ചിലപ്പം തല കുത്തനൊക്കെ പഠിക്കും അല്ലേ, നമുക്ക് ഒരു വെറൈറ്റിക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഒരു സ്റ്റഡി റൂം, ഒരു ടേബിള്, ഒരു ബുക്ക്, നട്ടെല്ല് നിവർത്തി ഇരുന്ന്, ഓക്കെ, പ്രത്യേക സമയങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രശ്നം എന്താ അറിയോ? ഇറ്റ് ലിമിറ്റ്സ് അവർ ലേണിംഗ് ടൈം. മറിച്ച് എൻ്റെ ലേണിംഗ് ടൈം എന്താ വെച്ചാൽ, മൊബൈൽ ഫോണിൽ എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ തിയേറ്ററിലെ ഇൻ്റർവെല്ലിൽ 2 ക്വസ്റ്റ്യൻ നോക്കുമായിരിക്കാം, ചിലപ്പോൾ ബീച്ചിൽ കുറേ ബോറടിക്കുമ്പോൾ നോക്കുമായിരിക്കാം, ചിലപ്പോൾ ഫുഡ് വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ നോക്കുമായിരിക്കാം, ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നോക്കുമായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ട്രെയിനിൽ പോകുമ്പോൾ നോക്കുമായിരിക്കാം. ബിക്കോസ് ഞാൻ ഒരു സ്റ്റഡി റൂമായിട്ടോ ഒരു സ്റ്റഡി ടേബിളായിട്ടോ ഞാൻ ഒരിക്കലും എൻ്റെ പഠനത്തെ ലിമിറ്റ് ചെയ്തിട്ടില്ല. അത് ലിമിറ്റ് ചെയ്താലുള്ള പ്രശ്നം അവിടെ മാത്രമേ പഠനം നടക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ലിമിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അവിടെ മാത്രമേ പഠനം നടക്കൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ലത് മൊബൈൽ ഫോണാണ്. കാരണം എല്ലാ സമയത്തും നമ്മുടെ അടുത്തുണ്ടാവാൻ മൊബൈൽ ഫോണാണ്. ദാറ്റ്സ് ഓൺലി റീസൺ. എല്ലാ സമയത്തും നമ്മുടെ അടുത്തുണ്ടാവാൻ മൊബൈൽ ഫോണാണ്. പിന്നെ ഫിസിക്കൽ പുസ്തകങ്ങൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും, ഞാൻ അങ്ങനെ തോന്നിയൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, ഞാൻ കുറേ കാലം ദേവഗിരിയൊക്കെ ഞാൻ പഠിച്ച കാലത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. സീസോൺ, ഇൻ്റർസോൺ ഇങ്ങനെയൊക്കെ പങ്കെടുത്ത് ചാമ്പ്യനൊക്കെ ആയ ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ ഓരോ ക്വിസിൽ ജയിക്കുന്ന സമയത്തും
എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഒരു പുസ്തകം വാങ്ങും, എന്നിട്ട് വീട്ടിൽ ചെറിയ ലൈബ്രറി ഉണ്ട്, ഒരു 1000-ലധികം പുസ്തകങ്ങളൊക്കെ ഉള്ള ചെറിയ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാനും ഈ ഡയലോഗിൻ്റെ ആളായിരുന്നു, ആ ഒരു ഫിസിക്കൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സുഖം ഡിജിറ്റലിന് കിട്ടൂല, ആ ഒരു മണം ഡിജിറ്റലിന് കിട്ടൂല. കുറേ കാലം റെസിസ്റ്റ് ചെയ്തിരുന്നു. ഒരു സ്റ്റേജ് എത്തി, ഓട്ടോമാറ്റിക്കായി ഡിജിറ്റൽ എത്തി, ഡിജിറ്റലിൻ്റെ കംഫേർട്ട് അറിഞ്ഞു, ഡിജിറ്റൽ സംഭവങ്ങളിലായി. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഒരു ഫിസിക്കൽ പുസ്തകം വായിച്ചിട്ടില്ല. എൻ്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അപൂർവം ചില പുസ്തകങ്ങൾ വായിച്ചേക്കാം എന്നുള്ളതല്ലാതെ ഓക്കെ ഞാൻ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ ലൈബ്രറിയൊക്കെ എന്താ കാട്ടിൽ ചോദിച്ചാൽ, ഓരോ പ്രാവശ്യവും ഈ എന്താ പറയുക നെറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും എയ്ഫ്രൈറ്റ്സ് ജയിച്ചവരുണ്ടാവും. നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കാണാൻ പോകുന്ന ആളുകൾക്കൊക്കെ അനീസ് സാറുടെ അപൂർവ ലൈബ്രറി ശേഖരണത്തിലുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ സമ്മാനം കൊടുക്കും. ഞാൻ ഏതായാലും അത് എടുക്കുന്നില്ല. ഓക്കെ, എന്നാലും പ്രത്യേകിച്ച് പൈസ ചിലവില്ല, വെറുതെ ഒഴിവാക്കണ്ടല്ലോ. അവരും വായിക്കില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അവരും ഡിജിറ്റലായിട്ട് വായിച്ച ആളുകളാണ്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചില ഗിഫ്റ്റുകൾ അങ്ങനെ സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ, എത്രത്തോളം പെട്ടെന്ന് ഡിജിറ്റലാകാൻ പറ്റും അത്രത്തോളം ഡിജിറ്റലാവാം, അത്രത്തോളം നിങ്ങളെ വായന ഡിജിറ്റലാക്കാം. ഒരു ഓപ്ഷനുമില്ല. ഓക്കെ, പിടിച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വാശി പിടിച്ചിട്ട് ഒരു 2 കൊല്ലം പിടിച്ചിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഇതിലേക്ക് മാറും. അത് എത്ര നേരത്തെ മാറുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. എത്ര നേരത്തെ മാറുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റലാവുക, മൊബൈൽ ഉപയോഗിച്ച് പഠിക്കുക. മൊബൈൽ ഉപയോഗിച്ച് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? മൊബൈൽ ഉപയോഗിച്ച് പഠിക്കാൻ നമുക്കൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഒന്ന് കണ്ണിന് സ്ട്രെയിൻ വരിക. പിന്നെ എന്താ മൊബൈൽ വെച്ച് പഠിക്കുമ്പോഴുള്ള പ്രശ്നം? വേറെ എടുക്കോ പോവും. ഓക്കെ, ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം, ഡിസ്ട്രാക്ഷൻ അല്ലേ? ഡിസ്ട്രാക്ഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെയിൻ എന്നുള്ളതാണ് മൊബൈലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഞാൻ പറയാം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ കുറേ നേരം മൊബൈൽ നോക്കിയാൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? പിന്നെയും കുറേ നേരം മൊബൈൽ നോക്കുക, അപ്പോൾ ബുദ്ധിമുട്ട് പോകും. നിങ്ങൾ തൃശ്ശൂർ PC തോമസിൻ്റെ ഒരു ടെൻഡൻസ് കോച്ചിനൊക്കെ പോയി അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. കുറേ പഠിച്ച് ബോറടിക്കുമ്പോൾ നമ്മൾ പിന്നെയും പഠിക്കുക. കുറേ കഴിയുമ്പോൾ ബോറിന് മനസ്സിലാവും, ബോറടിച്ചിട്ടും കാര്യമില്ല, ചെങ്ങായി നിർത്തൂല, ബോറങ്ങ് പോയിക്കോളും. ഓക്കെ, ഞാൻ ഒരിക്കൽ എൻ്റെ കണ്ണിന് ബുദ്ധിമുട്ടായി കണ്ണട വെക്കുന്നതിന് മുമ്പ് ഡോക്ടറെ അടുത്ത് പോയി, പരിചയമുള്ള ഡോക്ടറായി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഈഫറിൻ്റെയൊക്കെ തുടക്കത്തിലാണ് എത്ര മണിക്കൂർ ഒരു ദിവസം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു? അപ്പോൾ പറഞ്ഞു, രാവിലെ തൊട്ട് രാത്രി വരെ ലാപ്ടോപ്പാണ് സാറേ. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുടക്കത്തെ കാലത്താണ്, ടീമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ എന്ത് പറയും? ലാപ്ടോപ്പ് ഉപയോഗം കുറയ്ക്കണം. അപ്പം ഞാൻ സാറോട് പറഞ്ഞു, സാറേ ലാപ്ടോപ്പ് ഉപയോഗം കുറയ്ക്കൽ നടക്കൂല, ലാപ്ടോപ്പ് ഉപയോഗം കുറക്കാതെ എന്ത് ചികിത്സയാണ് പറ്റുക? കണ്ണട വെക്കണമെങ്കിൽ കണ്ണട വെക്കുക, ലേസർ ചെയ്യണമെങ്കിൽ ലേസർ ചെയ്യുക, ഇനിയുള്ള കാലത്ത് ലാപ്ടോപ്പ് നോക്കാതെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അവസാനം എനിക്ക് കണ്ണട ചെയ്യുന്നു. കാരണം ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് കുറയ്ക്കൽ നടക്കും. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, നമ്മൾ പുറത്താരോട് പറയരുത്, എന്നാലും നമ്മൾ കുറേ കാലം മൊബൈൽ ലാപ്ടോപ്പൊന്നും യൂസ് ചെയ്യാതെ നല്ല ആരോഗ്യമുള്ള കണ്ണുമായിട്ട് അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നു, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ കാണാനല്ല ലാപ്ടോപ്പും കാണുന്നു, മൊബൈലും കാണുന്നു, കാഴ്ചകളും കാണുന്നു, ഒരു കണ്ണട വെക്കുന്നു, വേണമെങ്കിൽ ലേസറൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു മരിച്ചു പോകുന്നു. ഏതാ നല്ലത്? ഞാൻ കണ്ണടച്ചിട്ടാണ് പോകുന്നത്. ഞാൻ കണ്ണടച്ചിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്, അതാണ് നല്ലത്. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണട എന്നൊക്കെ പറയുന്ന ഒരു ഹ്യൂമൻ എവല്യൂഷൻ്റെ ഭാഗമായിരിക്കും. പണ്ടൊക്കെ എന്തായിരുന്നു? ഓക്കെ, നമ്മളൊന്ന് ഡ്രസ്സ് ഇടാതെ ജീവിച്ചിരുന്നു അല്ലേ? പിന്നെ ഡ്രസ്സ് വന്ന പോലെ ഒരു 100 കൊല്ലൂടെയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരും കണ്ണടക്കുമായിരിക്കും. അപ്പോൾ കണ്ണട വെച്ച ആളുകളെ നമ്മൾ കാലത്തിൻ്റെ മുമ്പേ സഞ്ചരിച്ചവരാണ് അല്ലേ? കുറച്ച് നേരത്തെ ഹ്യൂമൻ എവല്യൂഷനിൽ കണ്ണട വെച്ച് തുടങ്ങിയവരാണെന്ന് പറയാനാണ് കണ്ണട വെച്ച ഓക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ബേസിക് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. മുമ്പുള്ളതുപോലെ ഡെഫിനറ്റ്ലി ഈ മൊബൈലിനും TV-ക്കും ഒക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടക്ക കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ 3 മീറ്റർ അപ്പുറത്ത് ഇരിക്കണം എന്നൊക്കെ റൂളൊക്കെ ഉണ്ടായിരുന്നു. ആ TV-യിൽ നിന്ന് റേഡിയേഷൻ വരും. ഡെഫിനറ്റ്ലി ഇതൊക്കെ തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം AMOLED ലേറ്റസ്റ്റ് സ്ക്രീനുകളും ലേറ്റസ്റ്റ് ടെക്നോളജികളുമാണുള്ളത്. അതൊന്നും അങ്ങനെ മനുഷ്യൻ്റെ കണ്ണിനെയും കാര്യങ്ങളെയും ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാത്തിലും ഒരു കൺട്രോൾ വേണം അല്ലേ? ഞാൻ 10 മണിക്ക് തുടർച്ചയായിട്ട് നിങ്ങൾ മൊബൈലിൽ നോക്കിയോളൂ എന്നല്ല പറയുന്നത്. കുറച്ച് നേരം നോക്കിയാൽ ഒന്ന് ദൂരത്തൊക്കെ നോക്കുന്നത് നല്ലതാണ്, കുറച്ച് ഹെൽത്തി. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് പറയുന്നത്. പിന്നെ മെഡിക്കലി ബുദ്ധിമുട്ടുള്ള ബൈ നേച്ചർ മൈഗ്രെയിൻ ഉള്ള കുറേ സമയമായിട്ട് കണ്ണട നോക്കിയാൽ മൊബൈലിൽ നോക്കിയാൽ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഐ റെസ്പെക്ട് ദാറ്റ്. നിങ്ങളുടെ ഡോക്ടർ പറയുന്ന അഡ്വൈസ് അങ്ങനെ ഫോളോ ചെയ്യുക കേട്ടോ. അങ്ങനത്തെ ഒരു കേസല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു ജനറൽ ഓഡിയൻസ് എന്നുള്ളൊരു കേസിൽ മാത്രമാണ് പറഞ്ഞത്. നോക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ഒരു ദിവസം 10, 15, 20 മണിക്കൂറൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ നോക്കേണ്ടി വരും. അത് സത്യമാണ്. ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം. പക്ഷേ ആ നോക്കുന്നത് പ്രൊഡക്റ്റീവ് കാര്യത്തിനാവാന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ചെയ്യാനുള്ളൂ. ഓക്കെ, നമുക്കൊക്കെ കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുന്നത് നല്ല കാര്യത്തിനാണ്, പ്രൊഡക്റ്റീവ് കാര്യത്തിനാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ള സൊല്യൂഷനേ ഉള്ളൂ. അല്ലാതെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതൊരു
ഒരു റിയലിസ്റ്റിക് സൊല്യൂഷനായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇനിയുള്ള കാലത്ത്. ഓക്കെ, റിയലിസ്റ്റിക് സൊല്യൂഷനായിട്ട് വർക്കൗട്ട് ആവില്ല. ഓക്കെ, ബിക്കോസ് ദാറ്റ്സ് എ പാർട്ട് ഓഫ് വാട്ട് വി കൻ സേ ഹ്യൂമൻ എവല്യൂഷൻ എന്ന്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക, ശീലാക്കിയാൽ മതി. കുറേ മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീരും. ഇപ്പോൾ ഏകദേശമൊക്കെ കൂടിയിട്ടുണ്ടാവില്ലേ? അവിടെ മനസ്സിലാക്കേണ്ട കേസ് ചിലപ്പോൾ ചില സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായിരിക്കും അല്ലേ. ചില പ്രത്യേക മനുഷ്യന്മാരുണ്ട് അല്ലേ, ഇവർക്ക് 10 മണിക്കൂർ തുടർച്ചയായിട്ട് സീരീസ് കണ്ടാലൊന്നും തലവേദന വരില്ല, 10 മിനിറ്റ് തുടർച്ചയായിട്ട് പഠിച്ച തലവേദന വരും അല്ലേ. 1 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിച്ച തലവേദന വരും. ഓക്കെ, സിനിമ കണ്ട തലവേദന വരില്ല. അത് സ്ക്രീനും തലവേദനയും തമ്മിൽ വലിയ ബന്ധമൊന്നും അതിനില്ല കേട്ടോ. അത് നിങ്ങളെ സൈക്കോളജി ബാക്കിയുള്ളതായിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അതിന് പാവം ഞങ്ങൾ മൊബൈൽ ഫോണുകളെ കുറ്റം പറയരുത്. Okay, so this is the first thing. The second thing, distraction. Realistically, മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. ഒരു അപ്പീലുമില്ല, ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഒന്നും ബിയോണ്ട് ദ ലിമിറ്റ് അഡിക്ഷനായ വെൽ ആൻഡ് ഗുഡ് ആണെന്ന് ഞാൻ പറയില്ല. ഒരു കൺട്രോൾഡ് ആസ്പെക്റ്റിൽ ഡിസ്ട്രാക്ഷനാണ്. മൊബൈൽ ഫോൺ നിങ്ങൾ നെറ്റ് എക്സാം പഠിക്കുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യുക? ഇനി സൊല്യൂഷൻ, പഠിക്കാൻ വേണ്ടി മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറി ഇൻസ്റ്റാഗ്രാമിലേക്ക് യൂട്യൂബിലേക്ക് പോവാതിരിക്കാനുള്ള സൂത്ര വിദ്യ എന്താണ്? നെറ്റ് ഓഫ് ആക്കുക. ഈ പഠിക്കണ നെറ്റിലല്ലേ, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, ദെൻ അതിനായിട്ടുള്ളൊരു പ്രത്യേക ആപ്പ് ഉണ്ട്. ഓക്കെ, ആ ആപ്പ് എയ്ഫർ ആപ്പ് അല്ലേ. ഓക്കെ, ആ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ എന്തെങ്കിലും. ദ സൊല്യൂഷൻ ഈസ് സിമ്പിൾ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് യൂട്യൂബിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ പോവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷനും ഇല്ല എന്ന് മനസ്സിലാക്കാം. റിയലിസ്റ്റിക് ആയിട്ടുള്ള നടക്കുന്ന ഒരു സൊല്യൂഷനും ഇല്ല. മനസ്സിലാക്കിയാൽ ഒരു ബെനിഫിറ്റ് എന്താ പറയുക, പിന്നെ നമ്മൾ ആ സൊല്യൂഷന് വെറുതെ സ്വപ്നം കാണില്ല. അങ്ങനെ ഒരു സൊല്യൂഷനും ഇല്ല. ഓക്കെ, ദിസ് ഈസ് എ ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, നമുക്കറിയാം നമ്മൾ മൊബൈലിലേക്ക് പ്രത്യേകം എന്താ വെച്ചാൽ എന്തോ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സാധനം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂട്യൂബിൽ കയറിയിട്ടുണ്ടാവുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ബോധം വരും, ഞാൻ എന്തോ ഒരു കാര്യം നോക്കാനല്ല യൂട്യൂബിൽ കയറിയത്, എന്തിനാന്ന് കയറിയ പോലും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. എന്ത് ഡൗട്ട് തീർക്കാനാണ്? എന്നിട്ട് എന്താവും? ഭയങ്കരമായിട്ട് ഗിൽറ്റ് അടിക്കും. എന്തായാലും ഗിൽറ്റ് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഈ ഒരു ദൈവവിശ്വാസമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഓരോരോ സമയവും ദൈവം ചോദ്യം ചെയ്യുന്നൊക്കെ വിശ്വാസമുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകൾക്ക് ഗിൽറ്റ് ഒന്നുകൂടി കൂടും. പടച്ചോനെ, ഞാൻ 2 മണിക്കൂർ വെറുതെ കളഞ്ഞല്ലോ, ഇതിന് ഞാൻ ഉത്തരം പറയണമല്ലോ, ഇനി ഞാനിങ്ങനെ വെറുതെ കളയില്ല, ആവശ്യമില്ലാതെ കളയില്ല, നാളെ തൊട്ട് ഞാൻ നന്നാവും. ഒരു കാര്യമില്ല, നാളെ 2 മണിക്കൂർ, പിറ്റേന്ന് 2 മണിക്കൂർ, എല്ലാ ദിവസവും 2 മണിക്കൂർ കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി മനസ്സിലാക്കാം. All this social media has been created with such an algorithm that will stimulate the human body. നമ്മൾ ബയോളജിക്കലി ഡോപ്പമിൻ കുറേ കേട്ടിട്ടുണ്ടാവും, ഞാൻ അങ്ങനെ ബയോളജിക്കലി ഒന്നും പോകുന്നില്ല. മനുഷ്യനെ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടേണ്ട രീതികളിലാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഹെൽത്തി ആണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് വരാം. നിങ്ങൾ കുറേ ഇങ്ങനെ മൊബൈലിൽ പഠിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് യൂട്യൂബിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്, നല്ല നോർമൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺ റിലീസൊക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്ത ഒരാളാണ് എന്ന് കരുതി അഭിമാനിക്കുക. നിങ്ങളൊരു കസിൻ ഉണ്ട്, ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ തുടർച്ചയായിട്ട് 10 മണിക്കൂർ മൊബൈലിൽ നോക്കി പഠിക്കുമെങ്കിൽ കസിൻ്റെ അച്ഛനോട് പറയുക, അച്ഛാ മോക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇഷ്യൂസ് ഉണ്ട്, നല്ലൊരു ഡോക്ടർ കോഴിക്കോടുണ്ട്, വേണമെങ്കിൽ ഞാൻ പറഞ്ഞിടാം, ഒന്ന് കാണിച്ചാൽ നന്നാവും. ദിസ് ഈസ് എ റിയാലിറ്റി. ഇൻ റിയൽ. മനുഷ്യന്മാരാണോ ഡിസ്ട്രാക്റ്റ് ചെയ്തിരിക്കും. മനുഷ്യന്മാരാണെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്തിരിക്കും. ദർ ഇസ് നോ ദ ഓൺലി സൊല്യൂഷൻ എന്താ അറിയോ? ദ ഓൺലി സൊല്യൂഷൻ ഈസ് ഗിൽറ്റ് അടിക്കാതിരിക്കുക അല്ലേ. 2 മണിക്കൂർ തുടർച്ചയായിട്ട് മൊബൈലിൽ സമയം കളഞ്ഞാലും വെറുതെ ഗിൽറ്റ് അടിക്കാതിരിക്കുക. നമ്മൾ പറയാറുണ്ടല്ലോ, ദ ടൈം യു എൻജോയ്ഡ് വേസ്റ്റിംഗ് ഈസ് നോട്ട് എ വേസ്റ്റഡ് ടൈം. ഓക്കെ, നിങ്ങൾ ചില സമയം എൻജോയ് ചെയ്തിട്ട് വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ടൈമാണ് കേട്ടോ. ബിക്കോസ് യു എൻജോയ്ഡ് ദാറ്റ്. ഓക്കെ, ബിക്കോസ് യു എൻജോയ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞൊരു സാധനം എന്താ വെച്ചാൽ ഡിസ്ട്രാക്ഷൻ സംഭവിക്കും. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നെറ്റാണെങ്കിലും കോളേജ് ആണെങ്കിലും എന്താണെങ്കിലും ഇനി തൊട്ടിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കുകയാണ് എന്ന് കരുതിയിട്ട് വല്ല യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, കാരണം എന്താ അറിയോ, ഈ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ടെൻഷനിലേക്കാവും. ആ ടെൻഷനുള്ള മൊബൈൽ ഫോണായിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാനും പറ്റില്ല.
അപ്പം നമ്മൾ റിയലിസ്റ്റിക് ആണ്, നമ്മൾ നല്ല മനുഷ്യന്മാരാണ്, ഈ ഡിസ്ട്രാക്ഷനൊക്കെ ഏതൊരു മനുഷ്യന്മാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. ഓക്കെ, അത്രത്തോളം മൊബൈൽ നോക്കി തന്നെ പഠിക്കുക. കുറേ പഠിക്കുമ്പോൾ അതിലൊരു സീരിയസ് ആസ്പെക്റ്റിലേക്ക് വരും. അതൊരു ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് ഒന്നുകൂടി വരാം. ഏതൊരു മത്സര പരീക്ഷകളും പോലെ നെറ്റ് എക്സാമിൻ്റെയും പ്രിപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു സിലബസ് ഉണ്ട്. ഓക്കെ, ഇതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് മനസ്സിലാക്കുക. ആ സിലബസ് മനസ്സിലാക്കിയിട്ട് ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അപ്പം ഞാൻ ഇനീഷ്യലി പറഞ്ഞ കാര്യങ്ങൾ ഇനീഷ്യലി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കുക, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക, എത്രത്തോളം മാക്സിമം സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ടൈം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓൺലൈൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഡിസ്ട്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് മനസ്സിലാക്കുക. എത്രത്തോളം നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സ്കില്ല് ഉണ്ടാക്കുക. ഇനിയുള്ള കാലത്ത് നല്ല സ്കില്ല് ഉണ്ടാക്കുന്ന, നല്ല കപ്പാസിറ്റി ഉണ്ടാക്കുന്ന ആളുകൾക്കായിരിക്കും ജോലി ഉണ്ടാവുക എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയാം. പ്രിപ്പറേഷൻ 1-2 കാര്യങ്ങളൂടെയും പറയാം, എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ ബി വൈൻഡിങ് അപ്പ്. ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, ഇതൊരു ഓൺലൈൻ എക്സാം ആണ്. ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും 2 തവണയാണ് ഈ എക്സാം നടത്താറുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടാവും. പേപ്പർ 1 ഒരു ജനറൽ സബ്ജക്റ്റാണ്, പേപ്പർ 2 ഒരു ദ അതർ സബ്ജക്റ്റാണ്. നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരിക്കും പേപ്പർ 2 എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ആദ്യം തന്നെ സിലബസ് മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കാൻ ഞാൻ പേപ്പർ 1നും പേപ്പർ 2നും ഒരു സിലബസ് ഉണ്ട്. പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളൊരു സിലബസിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. യു ക്യാൻ യൂസ് ദാറ്റ്. ആ സിലബസ് ഉപയോഗിച്ച് പഠിച്ചിട്ട് PYQs നോക്കുക. അതായത് ഇതിലുള്ളൊരു മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമ്മൾ കോളേജ് പഠിച്ചൊക്കെ തന്നെയാണ് മെജോറിറ്റി ഉണ്ടാവുക. കോളേജിൻ്റെ സിലബസിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓട്ടോണമസ് ആകുമ്പോഴൊക്കെയുള്ള ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. ആ സിലബസിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ആദ്യം സിലബസ് ജസ്റ്റ് ഒന്ന് വായിക്കുക. രണ്ടാമതായിട്ട് കുറച്ച് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യങ്ങൾ കുറച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്നുള്ളത്. ആ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. വീണ്ടും അടുത്ത സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക. ഈ രീതിയിലാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ, ഒരു സ്ട്രാറ്റജി ഇതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. പിന്നെ ശ്രദ്ധിക്കുക, ഇതൊരു ഓൺലൈൻ എക്സാമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 8 വിഷയങ്ങളിൽ ജയിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയാം, എനിക്ക് ഓൺലൈൻ എക്സാം എഴുതാൻ നല്ല ഇഷ്ടമായിരുന്നു, എഴുതിയിട്ട് നല്ല ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റും അത്രത്തോളം ഓൺലൈൻ എക്സാം എഴുതുക. അത് ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇത് ഡ്രൈവിങ് പോലെയുള്ളൊരു സ്കില്ലാണ്. എത്രത്തോളം നിങ്ങൾ എഴുതുന്നു എത്രത്തോളം നെറ്റ് എഴുതുന്നു അത്രത്തോളം നെറ്റ് എഴുതണം എന്നല്ല കേട്ടോ. നെറ്റ് 1-2 എഴുതിയിട്ടൊക്കെ തീരുമാനമാക്കി ജയിക്കുക. നെറ്റിനെ കുറേ എഴുതിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണ്ട. വേറെ തന്നെ മോക്ക് ടെസ്റ്റുകളോ വേറെ എക്സാമുകളോ നിങ്ങളുടെ കോളേജുകളിലെ പ്രൊവിഷൻസോ ബാക്കിയുള്ള ആസ്പെക്റ്റിലേക്കുള്ള പ്രൊവിഷൻസോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രൊവിഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്താലും മതി. എത്രത്തോളം ഓൺലൈൻ എക്സാം എഴുതാൻ പറ്റും അത്രത്തോളം ഓൺലൈൻ എക്സാം എഴുതുക. അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സബ്ജക്റ്റിലും നമുക്കൊരു ബോറിങ് ടോപ്പിക് ഉണ്ടാവും അല്ലേ? എല്ലാ സബ്ജക്റ്റിലും നമുക്കൊരു ബോറിങ് ഒന്നാണെന്നില്ല, ഒന്നിലധികം ചിലപ്പോൾ ഉണ്ടാവാം, ടഫ് ടോപ്പിക്സ് ഉണ്ടാവും. JRF കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആ ബോറിങ് ടോപ്പിക്കിലാണ്, അല്ലെങ്കിൽ ആ ടഫ് ടോപ്പിക്കിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പേപ്പർ 1മായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫായിട്ട് പറയുന്ന ടോപ്പിക്കുകൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക്, എല്ലാവർക്കും എന്നല്ല, മാത്സ്, ഡാറ്റ, ലോജിക്കൽ 3 ടോപ്പിക്കാണ് കൂടുതൽ കുട്ടികളായി ടഫ് പറയുന്നത്. എനിക്ക് ഏറ്റവും എളുപ്പം ഈ 3 ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം 3 ടോപ്പിക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ടഫ് ടോപ്പിക്കുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നെറ്റ് എക്സാമിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എക്സാം ഭയങ്കര ടഫാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് പറയാം. ഞാൻ ഫസ്റ്റ് സൈക്കോളജിയിലാണ് ഞാൻ JRF നേടുന്നത്. ഞാൻ സൈക്കോളജിയിൽ JRF നേടുന്ന സമയത്ത് ഞാൻ സൈക്കോളജി ഡിഗ്രി ഇല്ല, എനിക്ക് സൈക്കോളജി PG ഇല്ല. ഈ എക്സാമിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എക്സാം എഴുതി 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ PG കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഞാൻ നേരെ സൈക്കോളജി PGക്ക് അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഞാൻ നേരെ പോയി പരീക്ഷ എഴുതി, JRF അങ്ങ് വാങ്ങി. എന്നിട്ട് സൈക്കോളജി PGൻ്റെ ഫസ്റ്റ് സെം എഴുതി, സെക്കൻഡ് സെം എഴുതി, തേർഡ് സെം എഴുതി, ഫൈനൽ സെം എഴുതി. ആദ്യം എനിക്ക് സൈക്കോളജി JRF കിട്ടിയത്, പിന്നെയാണ് എനിക്ക് സൈക്കോളജി ഫസ്റ്റ് സെം കിട്ടിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഡിഗ്രി സൈക്കോളജി അല്ല. സെയിം വിത്ത് കൊമേഴ്സ്. കൊമേഴ്സിന് എനിക്ക് JRF കിട്ടിയതും ഞാൻ BCom അല്ല. കൊമേഴ്സിൽ MComന് പോയിട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്തു.
പോയി പരീക്ഷ അങ്ങ് എഴുതി JRF അങ്ങ് നേടി MCOM ഫസ്റ്റ് സെം, MCOM സെക്കൻഡ് സെം, MCOM തേർഡ് സെം, ഫോർത്ത് സെം ഞാൻ കംപ്ലീറ്റ് ആക്കി. എല്ലാ സബ്ജക്റ്റിലും എനിക്ക് ആദ്യം നെറ്റാണ് കിട്ടിയത്. പിന്നെ PG ഫസ്റ്റ് സെം ഇട്ടു കേട്ടോ. ഞാൻ ആദ്യം നെറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ PG ചെയ്താന്നുള്ള അഭിപ്രായക്കാരനാണ്. പലരും PG കിട്ടിയിട്ട് നെറ്റ് ചെയ്താന്നുള്ള അഭിപ്രായക്കാരാണല്ലോ. ഓക്കെ, ഞാൻ ഡിഫറെൻറ്റ്. ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ പ്രിപ്പറേഷൻ, ഇഫ് യു ഹാവ് ദ പ്രോപ്പർ സ്ട്രാറ്റജി, അത് പോസിബിളാണ്. എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന്, ഈ ബോറിംഗ് ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദർ ആർ നോ ബോറിംഗ് ടോപ്പിക്സ്, ദർ ആർ ഓൺലി ടോപ്പിക്സ് ദാറ്റ് ആർ ടോട്ട് ബോറിംഗ്ലി ഓർ റിഡൺ ബോറിംഗ്ലി ഓർ ലേൺ ബോറിംഗ്ലി. ഒരു ടോപ്പിക്കും ബോറിംഗ് ആയിട്ട് ജനിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഒരു ടോപ്പിക്കും ബോറിംഗ് ആയിട്ട് ജനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മാത്സും ഡാറ്റയും ലോജിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ സൈക്കോളജി നെറ്റിലൊരു അപ്ലൈഡ് സ്റ്റാറ്റി ആൻഡ് റിസർച്ച് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, അനീസ നമുക്കത് ഒഴിവാക്കാം, അത് ഇന്ത്യയിൽ ആരും പഠിക്കാത്ത ടോപ്പിക്കാണ്, അത് നല്ല ടഫ് ടോപ്പിക്കാണ്, നല്ല ടഫ് ടോപ്പിക്കാണ്. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിയാണ്. ഞാൻ പറയാറുണ്ട്, ഐ ഫെൽ ഇൻ ലവ് വിത്ത് സ്റ്റാറ്റി ബിക്കോസ് ഓൾ അതേഴ്സ് വർ ഹേറ്റിംഗ് സ്റ്റാറ്റി. അല്ല, എനിക്ക് സ്റ്റാറ്റി എന്താണെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, അതിൻ്റെ മുമ്പേ ഞാൻ സ്റ്റാറ്റി ഇഷ്ടപ്പെട്ടു, സ്റ്റാറ്റി നന്നായി പഠിച്ചു, സ്റ്റാറ്റി നന്നായി പഠിപ്പിച്ചു, ഞാൻ JRF നേടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ടഫ് ടോപ്പിക് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ടഫ് ടോപ്പിക് ഉണ്ടാവും, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ബോറിംഗ് ടോപ്പിക് ഉണ്ടാവും. അത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവമേ, റിഷാദ് ജാവിനോട്, ദൈവമേ, വരുന്ന നെറ്റ് എക്സാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആവേണമേ. ഓക്കെ, നെറ്റ് എക്സാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫും ബുദ്ധിമുട്ടും ഏറിയിട്ടുള്ള എക്സാം ആയിരിക്കണേ വരുന്ന എക്സാം. ഏറ്റവും ടഫായിട്ടുള്ള നെറ്റ് എക്സാം എഴുതാനുള്ള വിവരവും വിജ്ഞാനവും ധൈര്യവും ശക്തിയും എനിക്ക് നൽകണമേ. എക്സാം ടഫാണോ? ഓക്കെ, എക്സാം ടഫാകുമ്പോഴാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോഴാണ് ബോറിംഗ് ടോപ്പിക് പഠിച്ചതിന് കാര്യം ഉണ്ടാവും. എക്സാം ഈസി ആയാലും പ്രശ്നം എന്താ അറിയോ? എല്ലാവർക്കും ഈസി ആയിക്കാരം. ഓക്കെ, എല്ലാവർക്കും ഈസി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു സ്റ്റേജിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാമൊക്കെ ഈസി ആയിരിക്കും. ഞാൻ പേപ്പർ 1 കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ചില പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയും, നല്ല ടഫായിരുന്നു സാറേ, ഞാനും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഇത് നല്ല ഈസി ആയിരുന്നല്ലോ. ഞാൻ അവരോട് പറയില്ല, അത് പഠിച്ചതുകൊണ്ടുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്കും പലപ്പോഴും പിന്നെ നമ്മളൊരു ദിന എനിക്കും കുഴപ്പമില്ല നീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, ബോറിംഗ് ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുക. അത് എത്ര ബോറിംഗ് ആണെങ്കിലും അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഞാൻ പേപ്പർ 1 സിലബസിൻ്റെ കുറച്ച് ആസ്പെക്ട് കൂടി പറയാം. ജാവി, യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ്. ഓക്കെ, സിലബസ്, അതിൻ്റെ കാര്യങ്ങൾ, ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു ആസ്പെക്റ്റ്, അവർ ടീം വിൽ ബി ഡിസ്ട്രിബ്യൂട്ടിങ് ദാറ്റ്. ഓക്കെ, യു വിൽ ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദാറ്റ്. അതിലെ സിലബസ് നോക്കുക. ഇപ്പോൾ തുടക്കത്തിലുള്ള IFRൻ്റെ പരസ്യം നോക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ പോകുമ്പോഴൊക്കെ ഇതിനനുസരിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുക. ഓക്കെ, ഒരു കോപ്പി. ഈ ഒരു പേജ് എടുക്കുക. ഇതാണ് പേപ്പർ 1 സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, പേപ്പർ 1 സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ടോപ്പിക്കാണുള്ളത്. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. പേപ്പർ 2 സബ്ജക്ട് സ്പെസിഫിക് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് പേപ്പർ 2 ഇവിടെ പറയാത്തത്. ഇതാണ് പേപ്പർ 1 സിലബസ്. നിങ്ങൾക്ക് ആദ്യം ഇതൊക്കെയാണ് സിലബസ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ഓരോന്ന് നിങ്ങൾ പഠിക്കണം. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോട്ട് ചെയ്യുക. ഇതിലെ നമ്പർ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇത് നമ്മൾ എയ്ഫറേറ്റ്സിനും കൊടുക്കുന്നതാണ്. എയ്ഫറിൻ്റെ ആപ്പിൽ മൊത്തം കോണ്ടൻറ്റിൻ്റെ വീഡിയോസും മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. അതിൻ്റെ നമ്പറാണ് ഈ നമ്പർ കേട്ടോ. ഓക്കെ, അതിൻ്റെ നമ്പറാണ് ഈ നമ്പർ. നിങ്ങളത് അത്ര ബോധറാവണ്ട. അതായത് ആദ്യം സിലബസ് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ സിലബസ് സ്പ്ലിറ്റ് ചെയ്യുക. സിലബസ് മനസ്സിലാക്കി സിലബസ് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അത് പഠിച്ചു തുടങ്ങുക. ബാക്കി ടോപ്പിക്കുകൾ കവർ ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ പഠിച്ചാൽ മറന്നു പോകുന്ന പ്രശ്നം ഉള്ള ആൾക്കാരുണ്ടാവും. ഉണ്ട്. നമ്മളൊക്കെ പരീക്ഷാ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പഠിച്ചാൽ മറന്നു പോകുക എന്നുള്ളതായിരിക്കും. അതിനും സൊല്യൂഷനൊന്നുമില്ല. ഓക്കെ, പലതിനും സൊല്യൂഷൻ ഇല്ലാന്ന് മനസ്സിലാക്കുക. അതിൽ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ,
ദർ ഈസ് എ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന റൂളുണ്ട്. ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലം മറന്നുപോയെന്ന് ചോദിച്ചാൽ, ഇനിയും മറന്നുപോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഓർ സ്റ്റേറ്റ്സ് ദാറ്റ് ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. നമ്മൾ ഫസ്റ്റ് ഒരു ടൈം പഠിക്കുമല്ലോ, ആ പഠിക്കുന്നത് കണക്ക് കൂട്ടൂല, ആ പഠിച്ചതൊക്കെ മനുഷ്യന്മാർക്ക് ഓർമ്മയുണ്ടാവില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറന്നു പോകുന്നത് വെച്ചാൽ, ഒരു വട്ടമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ നോക്കും, ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മറന്നുപോയി നല്ല ടെൻഷനാവും. നിങ്ങൾ ഭയങ്കര പഠിപ്പിച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ, കൂടുതൽ മറക്കും. ആരാണോ കൂടുതൽ പഠിക്കുന്നത് ഒരു കൂടുതൽ മറക്കും, കാരണം നിങ്ങൾ മറക്കാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മറക്കാനുള്ളതിന് പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നുമില്ല. റിവൈസ് ചെയ്യുക, ആ പറ്റാവുന്നത്ര റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻ ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിവൈസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ഓക്കെ, കവേർഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സബ്ജക്റ്റുകളുടെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഓക്കെ നമ്മുടെ ടീം നിങ്ങൾക്ക് അയച്ചു തരും. അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറുകൾ ഉണ്ടാവും. ഓക്കെ, ആ ഒഫീഷ്യൽ നമ്പറുകളിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഓക്കെ യു വിൽ ഗെറ്റ് ദ പേപ്പർ 2-ൻ്റെയും ഇതുപോലെയുള്ള സിലബസ് ഉണ്ട്. ഇവിടെ പറഞ്ഞ പേപ്പർ 2 എല്ലാ മെയ്ഫറിലും സിലബസുകളും ഓക്കെ, നിങ്ങൾ പറഞ്ഞ പേപ്പർ 2 എല്ലാം മെയ്ഫർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനൊക്കെ ഇതേപോലെ നിങ്ങളുടെ പേപ്പർ 2-ൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം തുടങ്ങുക, പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതായത് നിങ്ങൾ ഇപ്പോഴും നമ്മളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സംഭവം ശരിയാണ്, 40 ലക്ഷം കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. നമ്മളിപ്പം ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, എനിക്ക് JRF കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ദർ ഈസ് എ റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. റോജർ ബാനിസ്റ്റർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കുറേ കാലം മനുഷ്യന്മാർ 1 മൈല്, അതായത് 1.6 കിലോമീറ്റർ 4 മിനിറ്റിൻ്റെ താഴെ ഓടാൻ പറ്റുമെന്ന് ഒരുപാട് കൊല്ലങ്ങളോളം മനുഷ്യന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. 10, 200, 300 കൊല്ലങ്ങളോളം ശ്രമിച്ച് ഒരിക്കലും നടന്നില്ല. അവസാനം ചില കഥകൾ പറയുന്നത് 500-ലധികം വർഷങ്ങൾ ശ്രമിച്ചിട്ട് ആദ്യമായിട്ട് മനുഷ്യന്മാർ 1 മൈല് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിയത് 1956 റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ഇനി ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. 500 കണക്കിന് വർഷങ്ങൾ മനുഷ്യന്മാരൊരു കാര്യം ചെയ്തു, ഒരു റെക്കോർഡ് തകർത്തു. ഈ റോജർ ബാനിസ്റ്ററിൻ്റെ റെക്കോർഡ് 1956, ഇന്നിപ്പോൾ 2025 ഓക്കെ അല്ലേ, ഏകദേശം 70 ഇയേഴ്സ്. ഈ ടൈമിൽ എത്ര ആൾക്കാർ തകർത്തിട്ടുണ്ട് ഉണ്ടാവും? എനി ഗസ്? അതായത് കുറേ കാലം മനുഷ്യന്മാർ റെക്കോർഡ് തകർക്കാൻ ശ്രമിച്ചു. 1956 ആദ്യമായിട്ട് തകർത്തു. പിന്നെ 20 കൊല്ലമായി ഈ റോജർ ബാനിസ്റ്ററുടെ റെക്കോർഡ് എത്ര ആളുകൾ തകർത്തിട്ടുണ്ടാവും? വെറുതെ തകർത്തിട്ടില്ലെങ്കിൽ അങ്ങനെയും പറയാം. എത്ര ആൾ തകർത്തിട്ടുണ്ട് അറിയോ? 2000-ലധികം ആളുകൾ തകർത്തു. റോജർ ബാനിസ്റ്റർ 500 കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യം തകർത്തത്. മൂപ്പർ റെക്കോർഡ് 26 ദിവസം കൊണ്ട് വേറെ ആൾ തകർത്തു. റീസൺ എന്താ അറിയോ? മനുഷ്യന്മാർ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലോകം ഭരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ എൻഡുറൻസ് എന്ന് പറയും. ഹ്യൂമൻ എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു സാധനം ചെയ്തങ്ങ് കാണിച്ചാൽ പിന്നെ ബാക്കി മനുഷ്യന്മാർക്ക് ഒരു തോന്നലാണ് ഇന്നെക്കൊണ്ട് അത് പറ്റും, പോലെ അതങ്ങ് ചെയ്യും. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്തൊരു പറഞ്ഞിരുന്നു, ശാസ്ത്രീയമായിട്ട് പറയുന്നത് 100 മീറ്റർ ഒരിക്കലും 10 സെക്കൻഡിന് താഴെ ഓടാൻ പറ്റില്ല എന്നായിരുന്നു. ഞാനൊക്കെ വിശ്വസിച്ച ആളായിരുന്നു. അങ്ങനെ അവസാനം ഒരു മനുഷ്യൻ 100 മീറ്റർ 10 സെക്കൻഡ് താഴെ ഓടി. ഇപ്പോൾ ഒളിമ്പിക്സ് ഫൈനലിലൊക്കെ എടുത്ത് നോക്കുക, എല്ലാവരും 10 സെക്കൻഡ് താഴെ ഓടുന്നു. ശാസ്ത്രം അപ്പോൾ കുറച്ചു 9 സെക്കൻഡ് താഴെയാക്കി. ആദ്യത്തെ മനുഷ്യൻ ഓടുന്നത് വരെ ആദ്യത്തെ മനുഷ്യൻ ഓടുന്നത് വരെ. അവിടെ മനുഷ്യന്മാരെ ശക്തി കൂടിയിട്ടൊന്നുമില്ല. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വിത്ത് JRF ഓൾസോ. നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിച്ചത്, ഒന്നിനും UG ഇല്ല, 8 സബ്ജക്റ്റിനും എനിക്ക് UG ഇല്ല കേട്ടോ. എൻ്റെ UG BSc-യാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സയൻസിൽ ഡിഗ്രി എടുത്തിട്ട് ആർട്സിൽ 8 നെറ്റ് നേടിയ മനുഷ്യനാണ് ഞാൻ. എല്ലാ സബ്ജക്റ്റിലും ഞാൻ ആദ്യം നെറ്റാണ് നേടിയത്, അതിനുശേഷമാണ് ഞാൻ PG പഠിച്ചത്. നിങ്ങൾ UG പഠിച്ച പ്രിവിലേജുള്ള ആളുകളാണ്, PG പഠിച്ച പ്രിവിലേജുള്ള ആളുകളാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇതിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ, ഇതൊരു സ്കില്ലാണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ, യു ക്യാൻ. എയ്ഫറിലും ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് കഥകളുണ്ട്. ഇപ്പം ഈ 60 വയസ്സായിട്ട് ഇത് നേടിയ ഇയാൾ 1994 30 വർഷങ്ങൾക്ക് മുമ്പ് PG ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അത് പറ്റിയത്. ഇയാൾ റിട്ടയറായി, ബാക്കിയൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു പരീക്ഷ
ഒരാൾ എത്ര തവണ എഴുതും? എയ്ഫറിൽ തന്നെ പഠിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു ഗായത്രി ഉണ്ട്. അവർ 2004 നെറ്റ് പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട് 35ാമത്തെ തവണ പരീക്ഷ എഴുതി ജയിച്ചു കേട്ടോ. നമ്മൾ അങ്ങനെ റെക്കോർഡ് തകർക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏജ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവുമല്ലോ. 35ാമത്തെ തവണ. ദിസ് ഈസ് പോസിബിൾ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. നമ്മൾ ഗോയിങ് ടു ബി നല്ലൊരു അൺഎംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളൊക്കെ PG കഴിഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, PG കഴിഞ്ഞിട്ട് പോകാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, നല്ല സ്കില്ലുണ്ടാവുക. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്ര സാലറി വേണം, എനിക്ക് ഇത്ര ഫ്രീഡം വേണം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാൻ ഇത് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് വരിക. ദ സൊല്യൂഷൻ ഈസ് പഠിക്കുക, സ്കില്ലുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് അതിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്താൽ ഫ്രീ ക്ലാസ്സുകൾ, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് ഏകദേശം പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവും. കൂടുതൽ സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളെ കോൺസെൻട്രേഷനുള്ള സാഹചര്യത്തിലല്ല. നിങ്ങളെ കോൺസെൻട്രേഷനുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ രാത്രി 10 മണി വരെ ക്ലാസ് എടുക്കുമായിരുന്നു അല്ലേ. ടൈം ആ ടൈമല്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ പോകുന്നില്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ജനറൽ ഐഡിയ റിഗാർഡിങ് സ്റ്റാർട്ടിങ് കമ്പനി, ഇതിപ്പോൾ ഒരു ബേസിക് ഐഡിയ ആണ് പറഞ്ഞത്. ഇനി പ്രോഗ്രസ് റിപ്പോർട്ട്, സിലബസ് എടുക്കുന്നു, പഠിക്കുന്നു, ടോപ്പിക് എടുക്കുന്നു, PYQ ചെയ്യുന്നു, പഠിക്കുന്നു, ടോപ്പിക് എടുക്കുന്നു. PYQ ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ അതിലുള്ള നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ eifer.in വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താലും നിങ്ങൾക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണുള്ളത്. ഇനി മോ കൺഫ്യൂഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ ഹാവ്. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ റൗണ്ടിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബുക്കുണ്ട്. ബുക്കും കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. ഓക്കെ, ബുക്ക് ആവശ്യമുണ്ടെങ്കിലും, അതായത് ക്വസ്റ്റ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സംഭവങ്ങൾ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ധൈര്യത്തോടെ ചോദിക്കുന്നത്, നിങ്ങൾ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ചോദിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങളത് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതത് സമയത്ത് മേ ബി ഇപ്പം നിങ്ങൾ അത്ര സീരിയസ് ആയിട്ടുണ്ടാവണം എന്നില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി സീരിയസ് ആവും. മുന്നോട്ട് പോകാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അപ്പം എത്ര നേരത്തെ പഠിക്കുന്നു അത്ര നേരത്തെ പഠിക്കുക. ദ ബെസ്റ്റ് ടൈം ടു ക്വാളിഫൈ JRF ഈസ് അലോങ് വിത്ത് PG. കഴിഞ്ഞ പ്രാവശ്യം എയ്ഫറിൽ ഏകദേശം 40ഓളം ആളുകൾ PG ക്വാളിഫൈ ചെയ്തതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15ഓളം, ഏകദേശം നിയർലി 50% അടുത്ത ആളുകൾ, 40% അധികം അടുത്ത ആളുകൾ PG പഠിച്ചുകൊണ്ടിരിക്കുക JRF നേടിയ ആളുകളാണ്. ബാക്കിയുള്ളത് കുറേ ജോലി ചെയ്യുന്ന, കുറേ പ്രായമായ, അല്ലെങ്കിൽ കുറേ റിപ്പീറ്റ് ചെയ്ത, കുറേ PhD ചെയ്യുന്ന ഡിഫറെൻറ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ എയ്ഫറിൽ PG ക്വാളിഫൈ ചെയ്ത് JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഓക്കെ, സൈക്കോളജി 2-3 ആൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ രണ്ടാളായിട്ട് PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഹിസ്റ്ററിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, എക്കണോമിക്സിലുണ്ട്, മോസ്റ്റ് ഓഫ് ദ സബ്ജക്റ്റിൽ നമുക്കുണ്ട്. സോ PG ഈസ് എ ബെസ്റ്റ് ടൈം ടു ക്വാളിഫൈ. നിങ്ങൾ ഇപ്രാവശ്യത്തെ ഡിസംബറിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ക്വാളിഫൈ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ അടുത്ത ജൂൺ എക്സാം, 2026 ജൂൺ എക്സാമിന് ഈസ് എ ബെസ്റ്റ് ടൈം ഫോർ യു ടു ക്വാളിഫൈ. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ക്വാളിഫൈ ചെയ്യുക, 45 ലക്ഷത്തിൻ്റെ ഫെലോഷിപ്പ് ഒക്കെ എടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വേറെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എൽസ് വിൽ ബി വൈൻഡിങ് അപ്പ്. പ്രത്യേകിച്ച് ഡൗട്ടുകളില്ലെന്നാന്ന് തോന്നുന്നു. സോ വിൽ ബി വൈൻഡിങ് അപ്പ്. ഓക്കെ, സി യു അഗെയിൻ സം ഓഫ് ദ ടൈം. ഓക്കെ, താങ്ക് യു. ലിസ്റ്റിൽ പേര് എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതണം.